ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മൈഗ്രെയിൻ, ചെന്നിക്കുത്ത് എന്നതിനെ പറ്റിയിട്ടാണ്. ഇന്ന് വളരെ അധികം രോഗികളും ചെന്നിക്കുത്തുമായി വന്ന് അല്ലെങ്കിൽ മൈഗ്രെയിനായി വന്ന് വലിയ പ്രയാസം പറയുന്നുണ്ട്. എന്തായിരിക്കും കാരണങ്ങൾ? ഒട്ടനവധി കാരണങ്ങൾ ഉണ്ടാവാം. എന്നാലും പ്രധാനമായി വരുന്ന 3 കാരണങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി, മൈഗ്രെയിൻ നമുക്കുണ്ടാകുന്ന സമയത്ത് വലിയ ടെൻഷൻ ഉണ്ടാകുന്ന ആൾക്ക് ചെന്നിക്കുത്തുണ്ടാവാം. നിരന്തരമുള്ള ടെൻഷൻ, അല്ലേ, നീ എന്നെ തലപ്രാന്ത് എടുപ്പിക്കല്ലേ എന്ന രീതിയിൽ മക്കളോട് ചില മാതാപിതാക്കൾ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് പറയുന്നുണ്ടാവും. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വേദന, ആ ഒരു തലവേദന തന്നെയാണ്. ഇത്തരം തലവേദന ഉണ്ടാകുന്നത് ടെൻഷൻ കൊണ്ടുണ്ടാകുന്നതാണ് പ്രധാനമായി ഒന്ന്. രണ്ടാമത്, ഉറക്കക്കുറവ്, അല്ലേ, രാത്രി ലേറ്റായി കഴിഞ്ഞ് ഉറങ്ങുന്ന ശീലമുള്ളവർക്ക്, സ്ഥിരം രാത്രി ലേറ്റായി ഉറങ്ങിയ ശീലമുള്ളവർക്കാണ് ഈ പ്രയാസം. ആദ്യകാലങ്ങളിലൊന്നും രാത്രി ഉറക്കം ഇത്ര ലേറ്റ് ആവാറില്ലായിരുന്നു. കറണ്ട് വരുന്നതിന് മുന്നേ നോക്കുമ്പോൾ ഒരു 6 മണി 7 മണിയാകുമ്പോഴേക്ക് എല്ലാവരും കൂടണയാറുണ്ട്, അല്ലേ, വീട്ടിലേക്ക് എത്താറുണ്ട്. എന്നാൽ കറണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് 10 മണിയും 11 മണിയുമായി എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ കറണ്ട് വന്നതാണോ പ്രശ്നം? അല്ല, നമ്മൾ നമ്മുടെ ചിട്ട പാലിക്കാത്തതാണ് പ്രധാന കാരണം. ഇതേപോലെ തന്നെ നോക്കുമ്പോൾ മൊബൈൽ വരുന്നതാണ് പിന്നെ ഞാൻ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. മൊബൈൽ വന്നതിന് ശേഷം 10ഉം 11ഉം പോയി 12ഉം 1ഉം 2ഉം 3ഉം 4 മണി വരെയൊക്കെ ഉറങ്ങാതിരിക്കുന്ന പല പ്രവണതയും നമുക്ക് കാണാൻ കഴിയും. രാത്രിയിൽ ഇപ്പോൾ നെറ്റ് ഫ്രീ ആണ്. ഇങ്ങനെ രാത്രി നെറ്റ് ഫ്രീ ആകുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവ് ആകുന്നതും രാത്രി കാലങ്ങളിലാണ്. ഇങ്ങനെ രാത്രി നെറ്റ് ഫ്രീ ആക്കരുത് എന്നാണ് എനിക്ക് കമ്പനികളോട് പറയാനുള്ളത്. ഇങ്ങനെ ഫ്രീ ആക്കുമ്പോൾ ഈ ഒരു ന്യൂ ജനറേഷൻ കുട്ടികളെല്ലാം തന്നെ കൂടുതൽ നെറ്റ് ഉപയോഗിക്കുവാനും അതുപോലെ രാത്രി ഉറക്കം നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. രാത്രി ഉറക്കം നഷ്ടപ്പെട്ടാണ് ശരീരത്തിൻ്റെ താളം തെറ്റുന്ന ഒരു പ്രധാന പ്രയാസം വരുന്നത്. മൈഗ്രെയിനുള്ള പ്രധാന കാരണം എന്തെന്നാൽ രാത്രി നേരത്തെ ഉറങ്ങാത്തത്. അക്യുപഞ്ചർ നിയമപ്രകാരം തന്നെ കൃത്യമായി കണിശമായി പറയുന്നത്, ഉറങ്ങുന്ന സമയം നിങ്ങൾ 9 മണിക്ക് ഉറങ്ങൂ എന്ന് വളരെ സമയകൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ഉണരൂ. നേരത്തെ ഉണരാൻ നാം ബാധ്യസ്ഥരല്ലെങ്കിലും നേരത്തെ കിടക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഈ രീതിയിലുള്ള ഒരു ജീവിത രീതിയാണെങ്കിൽ കൃത്യമായും മൈഗ്രെയിൻ എന്ന പ്രയാസത്തിന്, ചെന്നിക്കുത്ത് എന്ന ബുദ്ധിമുട്ടിന് നല്ല ഒരു മാറ്റമുണ്ടാവുമെന്നാണ് എനിക്ക് കൂടുതലായി നിരീക്ഷണങ്ങളിലൂടെ പറയാനുള്ളതും. അക്യുപഞ്ചർ നിയമം അങ്ങനെ തന്നെയാണ്. പിന്നെ മൂന്നാമതായി വരുന്നത് വയറിൻ്റെ പ്രശ്നമാണ്. വയറിൻ്റെ പ്രശ്നം കൊണ്ട് എങ്ങനെ മൈഗ്രെയിൻ ഉണ്ടാകുന്നു? അമിതമായ ആഹാരം, സമയം നോക്കിയുള്ള ആഹാരം. ക്ലോക്ക് നോക്കി 1 മണി ആയല്ലോ, അടുക്കളയിൽ നല്ല പൊരിച്ച മീനിൻ്റെ മണവും, നമുക്ക് ഉള്ളിൽ ഒരു ആഗ്രഹം അവിടെ ജനിക്കുകയാണ് ആഹരിക്കാൻ. എന്നാൽ വിശപ്പ് നോക്കി കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പ്രയാസം ഉണ്ടാകാതിരിക്കുകയും വയറിൻ്റെ ഉള്ളിലുള്ള കേടുപാടുകൾ, എങ്ങനെ കേടുപാടുകൾ? നമ്മൾ അമിതമായി ആഹരിക്കുമ്പോൾ, വിശക്കാതെ ആഹരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ശരീരത്തിലുള്ള ഫുഡ് ജീർണിക്കുകയും അത് ഗ്യാസായി മാറുകയും വയറിന് അസ്വസ്ഥത ഉണ്ടാവുകയും അങ്ങനെ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണത്തിൽപ്പെട്ടതാണ് ഈ ഒരു വയറിൻ്റെ അശുദ്ധി എന്നുള്ളത്. നമ്മുടെ അക്യുപഞ്ചർ നിയമപ്രകാരം തന്നെ എല്ലാ ശരീര അവയവങ്ങളും A to Z ഇൻ്റർ കണക്റ്റഡ് ആണ്, അല്ലേ? നാം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഒരു 18 വയസ്സായ ഒരാളെ നോക്കുമ്പോൾ അയാളെ കൈ ഫിക്സ് ചെയ്താണോ, അതേപോലെ ചെസ്റ്റ് ഫിക്സ് ചെയ്താണോ, അതേപോലെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ഫിക്സ് ചെയ്താണോ, കൈകാലുകളൊക്കെ എക്സ്ട്രാ ഫിക്സ് ചെയ്തതൊന്നല്ലല്ലോ. ഇത് മെഷീൻ പോലെയോ വാഹനം പോലെയോ നമുക്ക് കണക്ക് കൂട്ടാനേ പറ്റില്ല. അപ്പോൾ അത്രയും എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു സമഗ്രമായ ചികിത്സയാണ് ഇതിന് വേണ്ടതെങ്കിൽ അത് കൃത്യമായി നടത്തുന്നത് അക്യുപഞ്ചർ ചികിത്സ തന്നെയാണെന്ന് പറയാം. നാം നിരീക്ഷിച്ച് നോക്കൂ, നമ്മുടെ ചെറുവിരലിൽ ഒരു കല്ല് വീഴുകയാണെങ്കിൽ കണ്ണിൽ കൂടെ കണ്ണുനീര് വരില്ലേ? അത്രയും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിലൂടെ പറയാനുള്ളത്. വയറിന് കംപ്ലൈൻറ്റ് ഉണ്ടാകുമ്പോൾ തലയ്ക്ക് എങ്ങനെ പ്രയാസം വരുന്നു? നിങ്ങൾ കൃത്യമായി ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്കത് നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും ശരീരം അത്ര കണ്ട് ഇൻ്റർ കണക്റ്റഡ് ആണെന്നുള്ളത്. നമ്മൾ രോഗികൾ നോക്കുമ്പോൾ ഇന്ന് പ്രധാനമായും പ്രയാസമുണ്ടാകുന്നത് വയറ് സംബന്ധമായ പ്രയാസങ്ങളാണ്. ആയുർവേദത്തിൽ പറയുന്നത് പോലെ വാതം, പിത്തം, കഫം എന്നുള്ള എല്ലാ ഫോമിലേക്കും മാറുന്നതിൻ്റെ പ്രധാന കാരണം അമിതമായ ആഹാരമാണ്, അല്ലെങ്കിൽ വിശക്കാതെ സമയം നോക്കി കഴിക്കുന്ന ആഹാരശീലങ്ങളും നമ്മുടെ ശീലങ്ങളുമാണ്. ഇത്തരം ശീലങ്ങൾ മാറ്റിക്കൊണ്ട്
നാം ജീവിതത്തെ ക്രമപ്പെടുത്തി നിജപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നാം ഇന്ന് കാണുന്ന മൈഗ്രെയിൻ്റെ പ്രധാന 3 കാരണങ്ങളെ നമുക്ക് ലഘൂകരിക്കാൻ കഴിയും. പ്രയാസം മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അക്യുപഞ്ചർ ചികിത്സ എടുത്താൽ വളരെ നിഷ്പ്രയാസം ഇതര ചികിത്സകളിൽ നിന്നും വ്യത്യസ്തമായി പൂർണ്ണമായും ശമനത്തിലേക്ക് എത്താൻ കഴിയും. മറ്റുള്ള ചികിത്സ ചെയ്യുന്ന സമയത്ത് തൽക്കാലമായ ഒരു സമാധാനം ഉണ്ടാകുക, വീണ്ടും ആ മരുന്നിൻ്റെ ഡോസ് കഴിഞ്ഞാൽ വീണ്ടും പ്രയാസമാകുന്നു. അപ്പോൾ നിരന്തരം കഴിക്കുന്ന മരുന്ന് കൊണ്ടുണ്ടാകുന്ന പ്രയാസമോ അത് നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിന് വലിയ രീതിയിൽ പ്രയാസമുണ്ടാവുകയും ഇത്തരം തിരിച്ചറിവുകൾ നാം നോക്കുകയും വേണം. ഇത്തരം വലിയ പ്രയാസങ്ങളിലൊക്കെ നമ്മുടെ ശരീരത്തെ എത്തിക്കാതിരിക്കാനുള്ള ചുമതല ഓരോ വ്യക്തികൾക്കുമാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇന്ന് നമ്മുടെ ആരോഗ്യത്തിലാണ് കൂടുതൽ കോൺഷ്യസ് ആയിരിക്കുന്ന ജനങ്ങൾ ഈ ഒരു പേടിയില്ലാതെ നിർഭയത്തോടു കൂടി ജീവിക്കുവാൻ ഈ ഒരു ചികിത്സാ പഠനവും നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു ടു ഓൾ.